കയ്യെത്തും ദൂരത്ത് ആളുണ്ടായിരുന്നിട്ടും ആദ്യം അനങ്ങിയില്ല. ഒടുവിൽ വിമർശനശരം ഏറ്റതോടെ ആലസ്യം വിട്ട് പ്രതിക്കായി ഓടാൻ തുടങ്ങി. ഇതാണ് SITയുടെ നിലവിലത്തെ സ്ഥിതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിവരുന്ന ഘട്ടത്തിൽ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു. ജാമ്യം തള്ളിയെന്നറിഞ്ഞ നിമിഷം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഒളിവിൽ പോയത്. ശക്തമായ തെളിവുണ്ടായിരുന്നിട്ടും കേസ് ഗൗരവകരമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും സിദ്ദിഖിന്റെ നീക്കം മനസ്സിലാക്കുന്നതിൽ വൻ വീഴ്ചയാണ് പോലീസിന് പറ്റിയത്. അല്ലെങ്കിൽ ബോധപൂർവം അതിന് ശ്രമിച്ചില്ലെന്ന് പറയാം. ആക്ഷേപം ശക്തമായതോടെ ഒടുവിൽ സിദ്ദിഖിനായി SIT ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പിന്നാലെ കൊച്ചി സിറ്റി, റൂറൽ തുടങ്ങിയ വിവിധ പോലീസ് യൂണിറ്റുകളുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തുകയാണ്. സിദ്ദിഖുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ പല കേന്ദ്രങ്ങളിലും പോലീസ് ചെന്നു. സിദ്ദിഖിന്റെ ആലുവ കുട്ടമശ്ശേരിയിലെ വീടാണിത്. മകനടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ടെങ്കിലും താരം ഒളിവിൽ. ജാമ്യം നിരസിച്ച് 48 മണിക്കൂർ പിന്നിടുമ്പോഴും സിദ്ദിഖ് എവിടെയെന്നതിൽ SITക്കും ഉത്തരമില്ല. ഇനി സുപ്രീം കോടതി തീരുമാനം വരെ കാക്കാനാണെങ്കിൽ കേസ് പരിഗണിക്കുന്നത് അടുത്തയാഴ്ച മാത്രം. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞ ഒരു പ്രതി കാണാമറയത്ത് തുടരുന്നത് പോലീസിന് തലവേദനയും നാണക്കേടുമാണ്. ഒരു സാധാരണക്കാരന് ലഭിക്കാത്ത ആനുകൂല്യം പോലീസ് സിദ്ദിഖിന് നൽകുന്നുവെന്നതാണ് വിമർശനം. പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായെന്ന് CPI മുഖപത്രമായ ജനയുഗവും കുറ്റപ്പെടുത്തി. അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണം. പീഡകസ്ഥാനത്ത് പ്രമുഖരാണ്. അവർക്ക് കേസിനെ സ്വാധീനിക്കാൻ പണവും പ്രാപ്തിയും ഉണ്ടാകുമെന്നും CPI മുഖപത്രം പറയുന്നു. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന്റെ പേരിൽ അറസ്റ്റ് ഒഴിവാക്കേണ്ട ഒരു ബാധ്യതയും പോലീസിനില്ലെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.